ദിലീപ്, ഇന്ദ്രൻസ്, കുതിരവട്ടം പപ്പു എന്നീ പ്രേക്ഷകപ്രിയ താരങ്ങൾ ഒന്നിച്ച് പൊട്ടിച്ചിരിയൊരുക്കിയ കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം എന്ന ചിത്രത്തിലെ കോമഡി മെഗാ ഹിറ്റ്. ഓം പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. എൻ്റെ മരണത്തിന് ആരും ഉത്തരവാദിയല്ല. ഞാൻ മരിച്ചിട്ട് നീ എങ്ങനെ ചിരിച്ചു ജീവിക്കണ്ട പട്ടി. ഇപ്പൊ ശരിയാക്കി തരാം. എന്റെ മരണത്തിന് മൂത്ത അളിയൻ മാത്രമാണ് ഉത്തരവാദി. മരണാനന്തരം പ്രേതാത്മാവ് എന്നൊരു സാധനമുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ പ്രേതമായി വരും. എന്നിട്ട് എന്നെ മാനസികമായി ദ്രോഹിച്ച എൻ്റെ അളിയന്മാരെ ഞാൻ ഉപദ്രവിക്കും. ചന്ദ്രോത്ത് മൺമറഞ്ഞ വലിയ കാരണവരാണേ സത്യം. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ പ്രേതാത്മാവായി എന്നെ പ്രതീക്ഷിച്ചുകൊള്ളൂ എന്ന് പ്രതികാരപൂർവം പരേതൻ. എടാ ഡ്രില്ലുമോഷേ, ജീവിക്കാൻ സമ്മതിക്കാത്ത പട്ടി, തീറ്റിക്കൂടാ ഞാൻ. എന്റെ റെഫറൻസ് ശരിയാണെങ്കിൽ ഇംഗ്ലീഷിൽ ഇതിന് സൂയിസൈഡ് മേനിയ എന്നാ പറയാ. അപ്പൊ മലയാളത്തിലോ? എന്ത് വെട്ടിത്തരഭ്യ പറയണം. മലയാളത്തിൽ ഇങ്ങനെ രോഗമില്ലല്ലോ. ഒരുതരം പ്രത്യേക രോഗമാണത്. ആത്മഹത്യാ പ്രവണത കാണിക്കുന്ന ഈ രോഗത്തിന് ഒരൊറ്റ മരുന്ന് മാത്രമേ ഉള്ളൂ. എന്താണത്? മരണം അഥവാ ഡെത്ത്. എടോ, ഇനിയിപ്പം കളിക്കളവും കരിക്കളവും ഇല്ലാതെ തന്നെ നമുക്കൊന്ന് കളിക്കാം. അതെങ്ങനെ? കുഞ്ഞനന്തിന് ജോലി കിട്ടിയാലേ പാർട്ടീഷൻ ചെയ്യുള്ളൂ എന്നാണല്ലോ ആ പരട്ട തള്ള പറഞ്ഞത്. അപ്പൊ കുഞ്ഞനന്ത് മരിച്ചാലോ? ജോലി കിട്ടിയിട്ടാണെങ്കിൽ ഏതായാലും പാർട്ടിഷൻ നടക്കില്ല. മരിച്ചിട്ടാണെങ്കിൽ ഉറപ്പ്. മരിക്കുമോ മാഷേ? മരിക്കും, ഇല്ലെങ്കിൽ മരിപ്പിക്കും. എടോ, എന്റെ നിഗമനങ്ങളൊന്നും ഇന്ന് വരെ തെറ്റിയിട്ടില്ല. മാഞ്ചിയം തേക്ക് കൃഷി ഒഴികെ. ഒരു സത്യം പറയട്ടെ, ഇന്ന് വരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ലല്ലോ. ഇപ്പൊ എനിക്ക് അങ്ങനെ തോന്നി. പറ. ഈ തല വെറും ഒരു അലങ്കാരം മാത്രമെന്നാ ഞാൻ ധരിച്ചത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഇതിൽ കളിമണ്ണ് മാത്രമല്ല അല്പ കളിച്ചോറും ഉണ്ടെന്ന്. ജാമ്യത്തിലിറക്കി ഇപ്പൊ അളിയന്മാരെ കോടതി കേട്ടുള്ള പരിപാടിയാ. എന്തിനുള്ള പുറപ്പാടാ? എന്നാ ഒന്ന് കാണാം. ഇതെന്താ പന്തവും കൊണ്ട് പെരിച്ചാടി നിക്കണ പോലെ? എന്റെ തനി സ്വരൂപം നീ ഇതുവരെ കണ്ടിട്ടില്ല. അതിപ്പോ സങ്കല്പിക്കാവുന്നല്ലേ ഉള്ളൂ. ഒരു വാലും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു കാണാൻ. സൂക്ഷിച്ച് സംസാരിക്കണം. എന്നിലുള്ള മൃഗത്തെ വെളിയിൽ വരുത്തരുതോ. അയ്യോ, ഏത് മൃഗാണോ ഇപ്പൊ വെളിയിൽ ചാടാൻ പോകുന്നേ? എലി എനിക്ക് ഭയങ്കര പേടിയാ. മിസ്റ്റർ, എന്റെ ആത്മസംയമനത്തെ പരീക്ഷിക്കരുതാ പട്ടി. ഒരു ആത്മസംയമനം മിണ്ടി പോകരുത്. കുറെ നേരായിട്ടോ സഹിക്ക. മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിച്ചോണ്ടല്ലോ ഒന്നുകളെയും ഞാൻ ഈ കൊക്കിന്റെ ഓരോ ഞെക്കിയാ മതി. താങ്ക് യു. ഇനി ഞാൻ പോയി വരട്ടെ. രാത്രിയിൽ യാത്രയില്ല. പുറത്താരോടും പറയണ്ട, കുറച്ചിലെനിക്കാ. ഓക്കേ. ഇതും ഒരു അളിയൻ. വലിയ വലിയ കൊടുത്തോ? തല്ലാനൊന്ന് കൈ ഓങ്ങിയപ്പോ തന്നെ മാപ്പ് പറഞ്ഞു കളഞ്ഞു. അയ്യേ വാഷളെ, താനൊന്ന് പോടോ. അവൻ കാല് പിടിച്ച് മാപ്പ് പറയുമ്പോ ആരായാലും മനസ്സലിഞ്ഞു പോകും. അല്ലെങ്കിലും കാക്ക കണ്ടറിയും കൊക്ക് കൊണ്ടറിയുന്ന ചൊല്ല്. മാഷേ, ഒരു സംശയം. ഇവിടെ ആരാ കാക്ക, ആരാ കൊക്ക്? അതിപ്പോ ഞാൻ വിശദീകരിക്കണോ? മാഷേ, എന്തായാലും കൊക്കിന് വെച്ചത് ചക്കിനാ കൊണ്ടത്. ചക്കിനോ? അതെ. മൂത്ത അളിയൻ രാവുണ്ണി മാഷക്ക് നിറയെ വിശേഷണങ്ങളുണ്ട്. കേൾക്കണോ? ഇരിക്ക്. തന്തയ്ക്ക് ജനിക്കാത്തവൻ,
നിന്നിടം തുറക്കുന്നവൻ, ആത്മാർത്ഥതയിൽ വാളംപുളി കലക്കുന്നവൻ, കുടിക്കുന്ന വെള്ളത്തിൽ ഇന്ന് അവനോട് തോച്ചിട്ട് കാര്യം. വേണ്ട, ഇപ്പൊ പോവണ്ട. കാലത്ത് ഫ്രഷ് ആയിട്ടൊന്ന് കൊടുത്താൽ മതി, ഫ്രീ ആയിട്ട് വാങ്ങിക്കോളും. തന്തയ്ക്ക് ജനിക്കാത്തവൻ നിന്റെ തന്ത, നിന്നിടം തിരക്കുന്നവൻ നിന്റെ മുത്തച്ഛൻ, ആത്മാർത്ഥതയിൽ വാളംപുളി കലക്കുന്നവൻ ചന്ദ്രോത്ത് നിന്റെ വലിയ കാരണവൻ. എടാ, ചുണ എന്തെങ്കിലും മുഖത്ത് നോക്കി പറയണം, അല്ലാതെ ഇരുട്ടത്തിരുന്ന് കൊഞ്ഞന് കാട്ടല്ല വേണ്ടത്. അരിമണിക്ക് വകയില്ല. ഹൗ ഹൗ തരിവളയ്ക്കാ മോഹം. ശാകാൻ പോലും യോഗമില്ലാത്ത ജന്തു. ഇവിടെ കൊന്നുകളയും ഞാൻ. വരുന്നില്ലേ നിങ്ങളെ? ഇതാ വരുന്നു. എടാ, തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ നീ ഒന്ന് ചത്ത് കാണിക്ക്. ഇവിടെ നോക്ക്, അല്ലാതെ ഒരു തരം വേഷം കെട്ടി കളിച്ചാലുണ്ടല്ലോ ഉറച്ച് ചവിട്ടിനെ ശരിപ്പെടുത്തി കളയും. ഒന്ന് വരുന്നുണ്ടോ? ഇതാ വരുന്നു മഹാലക്ഷ്മി. ഇതും കൂടി കാലിയാക്ക്, എന്നിട്ട് കാര്യം പറയാം. താൻ എന്നെ ഫിറ്റാക്കി കാര്യം നേടാൻ നോക്കണോ? അയ്യോ, ഇതൊക്കെ വാസോട്ടന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാ. എന്തിനാ എന്നെ സന്തോഷിപ്പിക്കുന്നത്? എന്താ തനിക്ക് പറയാനുള്ളത്? വാസോട്ടനെ പറ്റി കുറെ കേട്ടിട്ടുണ്ട്. ഒരുപാട് പ്രതീക്ഷയോടെ വന്നിരിക്കണേ. എന്നെ കൈവടിയരുത്. എന്താ തനിക്ക് വേണ്ടത്? കരുണ. കരുണേ? അതെ, കഠിന ഹൃദയനാണെങ്കിലും ഈ വലിയ ശരീരത്തിൽ നിന്നും ഇത്തിരി കാരുണ്യം ഞാൻ പ്രതീക്ഷിക്കുന്നു. തരില്ലേ? കരയണ്ട, ഇല്ലേ? കരയണ്ട. എന്താ കാര്യം എന്ന് വെച്ചാൽ തുറന്നു പറയും. ഈ ശരീരത്തിൽ നിന്ന് കരുണയൊക്കെ ചോദിച്ചാൽ ഞാൻ കെണിഞ്ഞു പോകും. ഈ കൈ കൊണ്ട് തരാവുന്ന എന്താണെന്ന് വെച്ചാൽ ചോദിക്കും, ഞാൻ തരാം. അത് പിന്നെ വാസുവേട്ടൻ ഒരാളെ കൊല്ലണം. അറിയാം, പണ്ട് ബോംബെയിലുണ്ടായിരുന്നപ്പോ 2 ആളെ കൊന്ന കൊലയാളിയാണ് വാസുവേട്ടനെന്ന് അറിയാം. അത് പണ്ട്. ഇപ്പൊ ഞാൻ കൊലയൊക്കെ നിർത്തിയതാ. അയ്യോ, അങ്ങനെ പറയരുത് പ്ലീസ്. ഈ ഒരു കൊല കൂടി. ഇത് 5000 രൂപയുണ്ട്. തൊഴിലേഖത്തിനാ. ഇത്രയും സമ്പാദിക്കാൻ പറ്റുള്ളൂ. സ്വീകരിക്കണം. എന്താ പ്രശ്നം? മൊത്തം പ്രശ്നമാണ് വാസുവേട്ടാ. 3-4 തവണ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. അതെല്ലാം സ്വയം ഭാരങ്ങളായി. ഓഹോ, അപ്പോ അവൻ മരിക്കാൻ തുനിഞ്ഞിറങ്ങിയവനാണ്. അതെ. ഞാൻ കൊന്നില്ലെങ്കിലും അവൻ മരിക്കുവോ? എങ്കിലും അവനെ കൊന്നേ പറ്റൂ. പറയൂ, ആരാണവൻ? ഞാൻ തന്നെ. താനോ? കൈ വെടിയരുത് വാസുവേട്ടാ. ഒരുപാട് ഞാൻ പ്രതീക്ഷിച്ചു പോയി. എഴുന്നേൽക്ക്. തന്റെ വികാരം ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ കൊല്ലാം. താങ്ക്സ്. ഓ, ഇപ്പോഴാണൊന്ന് മനസമാധാനായത്. അധോലോക പാരമ്പര്യമുള്ളവർ പ്രതിഫലം പറ്റിയാൽ സ്വന്തം തന്തയുടെ ആയാലും തലയെടുക്കുന്നു കേട്ടിട്ടുണ്ട്. എങ്ങനെ മരിക്കാനാ ഇഷ്ടം? ഒരാഗ്രഹമുണ്ട്. ഈ നഗരത്തിലെ ഏറ്റവും വില കൂടിയ കാറുകൊണ്ട് ഇടിച്ചു മരിക്കണമെന്ന്. അതെന്തിനാ? മരണത്തിലൊരു അന്തസ്, ഐ മീൻ റിച്ച്നെസ്. പിന്നെ മരണാനന്തരം തേർഡ് പാർട്ടി ഇൻഷുറൻസിന്റെ വകുപ്പിൽ കുടുംബത്തിന് വല്ലതും കിട്ടുമെങ്കിൽ കിട്ടിക്കോട്ടെ. ജീവിച്ചിരിക്കുമ്പോൾ ഉപദ്രവം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. മരണമെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ. സത്യമായിട്ട് നാം മരിക്കേണ്ടവനാണ്. നല്ലൊരു ഹൃദയമുണ്ട്. ഇന്ത്യക്ക് 10 ദിവസം, അതിനുള്ളിൽ തന്നെ ഞാൻ തട്ടിയിരിക്കും. കൃത്യമായിട്ടൊരു ദിവസം പറഞ്ഞാൽ റെഡിയായിട്ട് നിൽക്കായിരുന്നു. അങ്ങനെ കൃത്യമായി പറഞ്ഞ് സമാധി ഒരുക്കാനൊന്നും പറ്റില്ല. 10 ദിവസത്തിനുള്ളിൽ കാറിന്റെ രൂപത്തിൽ വരുന്ന കാലനെ എവിടെയും പ്രതീക്ഷിക്കാം. റോഡിലാവാം, കോളേജ് ജംഗ്ഷനിലാവാം, ഒരുപക്ഷെ ബീച്ചിലാവാം. എവിടെയും ധൈര്യമായി പോയിക്കൊള്ളൂ. എന്റെ ജീവിതം ധന്യമായി വാസുട്ട. മരിച്ചാലും ഞാൻ കടപ്പെട്ടവനായിരിക്കും. പ്രതീക്ഷയോടെ ഞാൻ വിട പറയട്ടെ. അച്ഛാ, അച്ഛൻ നേരത്തെ മരിച്ചു. ഹിന്ദിയിൽ അച്ഛയാണ് ഞാൻ പറഞ്ഞത്. സോറി, ഒരു നിമിഷം ഞാൻ ബോംബെയിൽ അധോലോകത്തിലായി പോയി. ആ വയ്ക്കോ, നിൽക്കൂ. ഉറയിന്ന് വിളിക്കല്ലേ. ഭഗവാൻ ആപ്കാ ബലാ കരോ. ആയിക്കോട്ടെ. ആശ കൊടുത്താൽ ആന കൊടുക്കരുത്. ഈ വാസോട്ടൻ എവിടെ പോയി? അനി പിടിച്ചോ. അച്ചോട്ടെ, ഇതാര്? നീയോ? അല്ല, ഞാൻ. വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. എനിക്കതില്ല. നീ എന്താ ഇവിടെ? അത് റോഡിലൂടെ പോകുന്ന വാഹനങ്ങളുടെ സെൻസസ് എടുക്കാൻ ഇറങ്ങിയതാ. എന്തെങ്കിലൊക്കെ ഒരു തൊഴിൽ ജീവിക്കണ്ടേ? അല്ല, നീ എന്താ ഈ വിമൻസ് കോളേജിന്റെ മുന്നില്? ഇനി വല്ല വണ്ടിക്കച്ചവടത്തിന് എങ്ങാനും ഇറങ്ങിയതാണോ? അല്ല, അത് പിന്നെ വണ്ടിക്കച്ചവടം അല്ല, ഈ പിന്നെ തെണ്ടിക്കച്ചവടത്തിനാണോടാ തെണ്ടി? വാസുവേട്ടനെ കാണാൻ വന്നതാ. എടാ, ഞാൻ വാസോട്ടെ തേടി ഇറക്കല്ലേ?
നീ എന്തിനാ വാസുവിനെ തേടുന്നേ? അല്ല അത് പിന്നെ നിന്നെ കാണാതായപ്പോ ഞാൻ വാസുവിനെ തേടാന്ന് വെച്ചു. വാസുവിനെ തേടി കഴിഞ്ഞാലല്ലേ പിന്നെ നിന്നെ തേടാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് മതി 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 ഉരുളണ്ട. എന്തോ ഒരു കള്ളം നിന്റെ മനസ്സിലുണ്ട്. എടാ ഞാൻ ഉദ്ദേശിച്ചത് പറഞ്ഞു വന്നപ്പോ മാറി അതിന്റെ ഒരു ഉശ്ശൂ, മിസ്സായി. എന്ത്? ദേ നമുക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഈ റോഡിൽ നിന്ന് വിശാലായിട്ട് സംസാരിക്കാം. ഛെ, വിടറാ. അല്ലെങ്കിൽ നീ ഒരു കാര്യം നീ പൊക്കോ. ഛെ, എന്തിനാ റോഡിൽ നിന്ന് സംസാരിക്കുന്നത്? അതെന്താന്ന് വെച്ചാ തൊഴിൽ മന്ത്രി ദാ ആ റോഡിലൂടെ ഇപ്പൊ പോകും. കൈ നീട്ടിയാൽ ഒരു തൊഴിൽ തരാമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. കൂട്ടുകാരന് വേണോ? വേണേ വേടാ. വാസുവിന് ഇപ്പൊ അന്വേഷിക്കണ്ടാവും. നല്ല പ്രാന്തൻ.